ഓക്കെ, ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് ഓരോ കൺസെപ്റ്റ്സ് ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ശരിക്കും ഒരു പ്രൊജക്റ്റ് ടുഡുവിൻ്റെ പ്രൊജക്റ്റ് ഒരു ശരിക്കും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണം അതേ രീതിയിൽ അങ്ങനെ ചെയ്യാണ്. എന്നിട്ട് ചെയ്യുന്ന ഇടയിൽ കൺസെപ്റ്റുകൾ വരുമ്പോൾ അപ്പോൾ അതങ്ങനെ പറഞ്ഞു പോവാണ്. ഓക്കെ, ഇനി അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ശരിക്കും ഒരു ടുഡു പ്രൊജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതുവരെ നമ്മൾ കൺസെപ്റ്റ്സാണ് പറഞ്ഞിരുന്നത്. ഇനി പുതിയൊരു ടുഡു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹേർഡിൻ്റെ ഹോൾഡറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ലാറാവൽ ന്യൂ ടുഡു പ്രൊജക്റ്റ് കൊടുത്തു, എൻ്ററടിച്ച് സ്റ്റാർട്ടർ കിട്ടിയിട്ട് ഞാൻ ലാറാവൽ ബ്രീസ് യൂസ് ചെയ്യാണ്. ഓക്കെ, ഇതിൽ കുറേ അഡീഷണൽ ഫങ്ഷനാലിറ്റീസ് ഒക്കെ ഉണ്ടാവും, ഓൾറെഡി കുറേ സാധനങ്ങൾ ഉണ്ടാവും, അതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. എന്തിനാ വെച്ചാൽ ഇതിൽ ഓൾറെഡി ടെയിൽ വിൻഡ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടാവും, അതുകൊണ്ട് നമുക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്ലേഡ് വിത്ത് ആൽപ്പയും കൊടുത്ത് ഡാർക്ക് മോഡിനോ ഫസ്റ്റ് യെസ്. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് നമ്മളെ PHP MyAdmin പോകണം. PHP MyAdmin.txt. ഓക്കെ, ഇതിലിപ്പോൾ നിങ്ങൾ കയറുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഈ ഡാറ്റാബേസ് നമ്മൾ കൊടുത്ത യൂസർ നെയിം റൂട്ട് തന്നെ ആയിരിക്കും. പാസ്വേഡ് നിങ്ങൾ വിൻഡോസാരാണെങ്കിൽ റൂട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾ എന്താണ് കൊടുത്താൽ കൊടുക്കുക. 1 2 3 8 റൂട്ടാണെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ആവും. ഓക്കെ, എൻ്റെ പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ ലോഗിൻ ആവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ സെറ്റപ്പ് കഴിഞ്ഞ് ഇൻസ്റ്റാളിംഗ് ആയിട്ട് ചോദിക്കണം ഏത് ഡാറ്റാബേസ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ MySQL ആണ് ഇതിൽ ഇനി യൂസ് ചെയ്യുക. ഇനി MySQL യൂസ് ചെയ്യുള്ളൂ അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ SQLite ഞാൻ തൽക്കാലം SQLite കൊടുക്കണം, നമുക്ക് മാറ്റാം. റണ്ണ് യെസ് കൊടുക്കുകയാണ്, യെസ് കൊടുക്കുകയാണ്, അത് നമ്മൾ മാറ്റും. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ PHP MyAdmin പോയിട്ട് ആദ്യം ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പോയിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടുഡു പ്രൊജക്റ്റ് ക്രിയേറ്റ് അടിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, ടുഡു പ്രൊജക്റ്റിനുള്ള ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ പ്രോഗ്രാം റൺ ചെയ്തിട്ടാണ് ബാക്കി. ഓക്കെ, നമ്മളെ പ്രൊജക്റ്റ് സെറ്റപ്പ് കഴിഞ്ഞ് നമ്മൾ കോഡ് ടുഡു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് പ്രൊജക്റ്റ് VS Code അത് ഓപ്പൺ ആക്കുക. ഇവിടെ ഉള്ളത് ഓൾറെഡി ഉള്ളത് നമ്മൾ ക്ലോസ് ചെയ്യാതെ നമ്മൾ ക്ലോസ് ചെയ്ത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം npm run dev. ഓക്കെ, ഇത് നമ്മൾ പ്രൊജക്റ്റ് ഇത് നമ്മൾ ബ്രീസ് വെച്ച് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, npm ഇൻസ്റ്റാളും കാര്യങ്ങളൊക്കെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമുക്ക് മൈഗ്രേഷൻസ് കാര്യങ്ങൾ MySQLോട്ട് മാറ്റണം. ഓക്കെ, ഞാൻ Ctrl+C അടിച്ച് എക്സിറ്റ് ചെയ്ത് ആദ്യം നമുക്കത് MySQLോട്ട് മാറ്റണം. ഇപ്പോൾ നമ്മളത് കിടക്കുന്നത് നമുക്ക് ഈ .env പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. .env പറഞ്ഞ ഒരു ഫയലുണ്ട്. ഈ ഫയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയലാണ്. ഇതിലാണ് നമ്മളെ പ്രൊജക്റ്റിൻ്റെ എല്ലാ സീക്രട്സും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ API കീസ് പാസ്വേഡ്സ് എല്ലാം ഈ .env ഉണ്ടാവുക. അപ്പോൾ ഈ .env നമ്മൾ ഒരിക്കലും ഗിറ്റബിക്ക് പുഷ് ചെയ്യില്ല. ഇത് ഓൾറെഡി ഗിറ്റ് ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഫയലാണ്. അതായത് നമ്മൾ റെപ്പോസിറ്ററി ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ അത് ഗിറ്റബിലോട്ട് പോകില്ല. അങ്ങനത്തെ പോവാത്ത ഫയൽസ് ആയിരിക്കും ഇങ്ങനെ ഗ്രേ ആയിട്ടുള്ള കളറിലുണ്ടാവുക എപ്പോഴും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യില്ല, ഗിറ്റബിക്ക് പുഷ് ചെയ്യില്ല. പകരം നമ്മൾ .env എക്സാമ്പിൾ പറഞ്ഞ ഫയൽ ഉണ്ടാവും, ഇതാണ് പുഷ് ചെയ്യുക. ഇതിൽ നമ്മളൊന്നും കൊടുക്കില്ല, ഇതിൽ നമ്മൾ പാസ്വേഡ് ഒന്നും കൊടുക്കില്ല, ജസ്റ്റ് കീസ് മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആരെങ്കിലും ഇത് ക്ലോൺ ചെയ്യുമ്പോൾ ഓലെന്ത് ചെയ്യും, ക്ലോൺ ചെയ്ത ശേഷം ഈ .env ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പേര് മാറ്റി .env എന്നാക്കും. .env എക്സാമ്പിൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അതിൻ്റെ പേര് .env എന്നാക്കും. എന്നിട്ട് ഓരെന്ത് ചെയ്യും, അതിൽ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഓല് ടൈപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ .env എടുക്കുക, എന്നിട്ട് ഇവിടെ MySQL എന്നാക്കുക, പിന്നെ ഇതൊക്കെ അൺകമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് ഏതാ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് ടുഡു പ്രൊജക്റ്റ് അതിൻ്റെ പേര് കൊടുക്കുക, ടുഡു പ്രൊജക്റ്റ്. യൂസർ നെയിം റൂട്ട് നമ്മൾ നിങ്ങളെന്താണോ പാസ്വേഡ് ഡാറ്റാബേസിൻ്റെ റൂട്ടിന് പാസ്വേഡ് എടുത്താൽ അത് ഇവിടെ കൊടുക്കുക. ഓക്കെ, അത് കൊടുത്ത ശേഷം ഒന്നും കൂടി മൈഗ്രേറ്റ് ചെയ്യുക, ഒരു PHP ആർട്ടിസൻ മൈഗ്രേറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡാറ്റാബേസിൽ ആ ടാബിൾസൊക്കെ വരും, ഡിഫോൾട്ടായിട്ടുള്ള ടാബിൾസൊക്കെ വരും കണ്ടോ. ആ ടാബിൾസൊക്കെ വന്ന് മൈഗ്രേഷൻ കംപ്ലീറ്റായി കറക്റ്റായി. ഇനി നമുക്ക് റൺ ചെയ്യാം. npm run dev.
ഓക്കെ, റണ്ണായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കി കാണാൻ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ, ലോഗിൻ, അതേപോലെ രജിസ്റ്റർ, ആ സംഭവങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ കോഡ് ഇതിലുണ്ടാവും, ഈ ലോഗിൻ്റെയും വ്യൂസൊക്കെ ഇതിലുണ്ടാവും. റിസോഴ്സസ് പോയി നോക്കി കഴിഞ്ഞാൽ വ്യൂസിൽ ഓത്, കമ്പോണൻസ്, ലേഔട്ട്, പ്രൊഫൈല്, അങ്ങനെ കുറേ സാധനങ്ങൾ കൂടെ കാണാൻ പറ്റും. പ്രൊഫൈല് പാർഷ്യൽസ്, കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെ റൗട്ട്സിലൊന്ന് പോയേക്കാം. അപ്പോൾ ഓൾറെഡി റൗട്ട്സിൽ എന്തൊക്കെ ഉണ്ടാക്കുക, റൗട്ട്സിൽ കുറേ സംഭവങ്ങളുണ്ട്. ഡാഷ്ബോർഡ്, മിഡിൽ വെയർ വെച്ചിട്ട് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മളിതൊക്കെ കളയാം, നമുക്ക് റൗട്ട്സിലുള്ള എല്ലാം കളയാം ആദ്യം. ഓക്കെ, ഇവിടെ നമുക്ക് തൽക്കാലം ഒരു മെസ്സേജ് മാത്രം റിട്ടേൺ ചെയ്യാം, ഹലോ. ഓക്കെ, അതേപോലെ റിസോഴ്സസിൽ വ്യൂസിൽ ഓത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കളയാം, എല്ലാം കളയാം, ഫുള്ള് കളയാം. ഓക്കെ, എന്നിട്ട് പ്രൊഫൈലിൽ ലേഔട്ട്സ് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ home.php employee.php ഓക്കെ ഒരു ലേഔട്ട് ഉണ്ടാക്കുക. പിന്നെ ലേഔട്ട് ഉണ്ടാക്കാൻ app.blade.php. പിന്നെ ഇതിൽ HTML5 ടൈപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ HTML കോഡൊന്നും വരുന്നില്ല. അതിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സെറ്റിങ്സ് പോവുക. സജഷൻ വരാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ സെറ്റിങ്സ് പോവുക VS കോഡിൻ്റെ. എന്നിട്ട് സെറ്റിങ്സ് ഇങ്ങനെ ഒരു സാധനം വരും, അതിൽ എംമെറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അതിൽ ഇൻക്ലൂഡ് ലാംഗ്വേജസ് എന്ന സെക്ഷൻ ഉണ്ടാവും. ഇതിൽ ആഡ് ഐറ്റം കണ്ടോ, ഇതിൽ നമ്മൾ ബ്ലേഡ് എന്ന് കൊടുക്കുക, കീ വാല്യൂറ്റ് HTML കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സജഷൻസ് കിട്ടും. HTML5 കോഡാണെങ്കിൽ ഇങ്ങനെ കണ്ടോ. ഓക്കെ, നമുക്കിവിടെ നമ്മളെ ടു ഡു പ്രൊജക്റ്റ് @wait. ഓക്കെ, അത് റെഡി. ഇനി ഇവിടെ ഈൽഡ് ചെയ്യാം, ഈൽഡ് കണ്ടൻറ്റ്. ഓക്കെ, ഇനി ഹോമിൽ എക്സ്റ്റെൻഡ് ചെയ്യുക, അത് ലേഔട്ട്സ് ടാപ്പ്. അതേപോലെ ഇവിടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം, എൻഡ് സെക്ഷൻ. ഓക്കെ, ഹലോ. ഓക്കെ, ഇനി നമുക്ക് ആ വ്യൂ ഇവിടെ കാണിക്കാം. തൽക്കാലം ജസ്റ്റ് വരണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഹോം ഹലോ വന്നു. ഓക്കെ, അപ്പോൾ ഒക്കെ സെറ്റാണ്. ഇനി നമ്മൾ ടുഡുവിൻ്റെ മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യണം. നേരത്തെ അവിടെ കഴിഞ്ഞ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ എലഗൻറ്റ് ORM ആയിട്ടുള്ള ലറാവലിൻ്റെ ഫീച്ചറാണ്. ഓക്കെ, അതാണ് നമ്മൾ യൂസ് ചെയ്യുക എല്ലാ പ്രൊജക്റ്റിലും, അത് തന്നെയാണ് ലറാവലിൽ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇതിൻ്റെ കൺസെപ്റ്റ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റാബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ടേബിളിലും ഓരോ മോഡൽ ഉണ്ടാവും, മോഡൽ ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ ആ മോഡൽ ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ അതിലുള്ള ഡാറ്റ ഗെറ്റ് ചെയ്യലും ഫൈൻഡ് ചെയ്യലും അപ്ഡേറ്റ് ചെയ്യലും ഡിലീറ്റ് ചെയ്യലും ഒക്കെ ചെയ്യുക മോഡൽ ക്ലാസ് വെച്ചിട്ടാണ്. അതായത് ഡാറ്റാബേസിൽ ഒരൊറ്റ ക്വറി നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഒരു ക്വറി നമുക്ക് എഴുതാതെ ആ മോഡൽ ക്ലാസ് വെച്ചിട്ട് ആയിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഇത് PHP ആർട്ടിസൻ മേക്ക് മോഡൽ എന്നിട്ടൊരു മോഡൽ, ഈ ഒരു കമാൻഡ് എടുത്തതിന് ശേഷം നമ്മൾ മോഡലിൻ്റെ പേര് കൊടുക്കും, ടു ഡു എന്ന് കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ടേബിൾ, ഡാറ്റാബേസിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ടേബിൾ പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡലിൻ്റെ പേര് പ്രൊഡക്റ്റ് എന്നേ കൊടുക്കുള്ളൂ, സിംഗുലാറായിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടു ഡൂസ് ആയതുകൊണ്ട് ടു ഡു എന്ന് നമ്മളിവിടെ കൊടുക്കുള്ളൂ. അതായത് സിംഗുലാറായിട്ടായിരിക്കും നമ്മൾ മോഡലിൻ്റെ പേര് എപ്പോഴും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ടു ഡു അടിച്ച് കഴിഞ്ഞാൽ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ മോഡൽ ക്ലാസ് മാത്രമേ ക്രിയേറ്റ് ആവുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഒരു മോഡൽ ക്ലാസ് ഇവിടെ ക്രിയേറ്റ് ആവും ടു ഡുവിന്. പക്ഷേ മൈഗ്രേഷൻ ക്രിയേറ്റ് ആവില്ല. മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഡാറ്റാബേസിൽ ടേബിൾ കയറുള്ളൂ, അത് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അതും കൂടിയും ചെയ്യണം. അതിൻ്റെ കൂടെ -m എന്നും കൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ മൈഗ്രേഷൻ ക്രിയേറ്റ് ആവും, ടു ഡു ക്രിയേറ്റ് ആയി. അതേപോലെ ഡാറ്റാബേസിൽ മൈഗ്രേഷനും ക്രിയേറ്റ് ആയി. ഓക്കെ, ഒരു മൈഗ്രേഷനും ക്രിയേറ്റ് ആയി. ഇനി ഈ മൈഗ്രേഷന് ഇപ്പോൾ ഈ ടു ഡു ഇതിൻ്റെ പേരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതായത് നമ്മളിവിടെ ടു ഡു എന്നുള്ള പേരെടുത്ത് അപ്പോൾ ക്രിയേറ്റ് ടു ഡൂസ് ടേബിൾ എന്നുള്ള മൈഗ്രേഷൻ്റെ പേരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. മൈഗ്രേഷൻ്റെ പേര് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും
മൈഗ്രേഷൻ്റെ പേര് കൊടുക്കാറ്. അപ്പോൾ ഇതിൽ മൈഗ്രേഷൻ ഇവിടെ റെഡിയാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മളെപ്പോഴും ഫോളോ ചെയ്യുക കേട്ടോ. ടൈറ്റിൽ കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. ടാബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പുതിയൊരു ടാബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മോഡൽ ഉണ്ടാക്കിയിട്ട് മൈഗ്രേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് മൈഗ്രേറ്റ് ചെയ്യും. ഈ ഒരു പാറ്റേൺ നമ്മളെപ്പോഴും ഫോളോ ചെയ്യാം. ഓക്കെ, ഇതിന് അൺലബിൾ ആക്കുന്നു. അതേപോലെ ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഡിഫോൾട്ട് പാർട്സ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, PHP ആർട്ടിസൻ മൈഗ്രേറ്റ് അടിക്കും. മൈഗ്രേറ്റ് അടിക്കുമ്പോൾ നമ്മുടെ ഡാറ്റാബേസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടു പറഞ്ഞിട്ടുള്ള ടേബിൾ ഇവിടെ വന്നു. അതിൻ്റെ ഉള്ളിൽ ID, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഈസ് കംപ്ലീറ്റഡ് അങ്ങനെ സംഭവങ്ങളൊക്കെ വന്ന്. ഓക്കെ, ഇനി ഞാനിത് തൽക്കാലം 2 വാല്യൂ ഇവിടെ നിന്ന് ഇൻസേർട്ട് ചെയ്യുക. അതായത് നമ്മൾ ടു ഡോ പ്രൊജക്റ്റ് പോവുക, ടു ഡോസ് എടുക്കുക, ഇൻസേർട്ട് എന്ന സാധനം ഉണ്ടാവുക. ടേബിളിൽ ഇൻസേർട്ട് ചെയ്യാൻ ഞാൻ ലേൺ ലാറാവൽ റൈറ്റ് നൗ കൊടുത്ത് ഓക്കെ, അത് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ സാധാരണ ഡാറ്റാബേസിൽ പോയിട്ട് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പഠിക്കണ സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗമായതുകൊണ്ട് ജസ്റ്റ് ഡാറ്റ ഉണ്ടായിക്കോട്ടെ എഴുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഡാറ്റ ഒക്കെ ആഡ് ചെയ്യലൊക്കെ നമ്മളെ എലഗൻ്റ് ORM വെച്ചിട്ട് ഈ ടു ഡു പറഞ്ഞ ക്ലാസ് ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാണ് നമ്മളെല്ലാം പരിപാടിയും ചെയ്യാം. ഇതിൽ നിന്ന് ആഡ് ചെയ്യും, ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യും, അങ്ങനെ ഈ ഒരു ക്ലാസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യാം. ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ ടു ഡു പറഞ്ഞ മോഡൽ, ഈ ടു ഡൂസ് പറഞ്ഞ ടാബ്ലറ്റൊരു ലിങ്ക് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ ടു ഡു വെച്ചിട്ട് എന്തെങ്കിലും ക്രിയേറ്റോ ഗെറ്റോ ചെയ്യുമ്പോൾ ഒക്കെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാബേസിൽ ടു ഡൂസ് പറഞ്ഞ ടേബിളിൽ നിന്ന് ഡാറ്റ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കൺട്രോളർ ഉണ്ടാക്കാം. ഓക്കെ, PHP ആർട്ടിസൻ മേക്ക് കൺട്രോളർ ടു ഡു കൺട്രോളർ. ഓക്കെ, ടു ഡു കൺട്രോളർ ഉണ്ടാക്കുകയാണ് ഞാൻ. കൺട്രോളറിൻ്റെ പേര് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, പക്ഷേ ടു ഡു കൺട്രോളറിന് പേരെടുത്തു. എന്നിട്ട് കൺട്രോളേഴ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ കൺട്രോളർ എടുത്ത് ഇതൊക്കെ മറ്റേ ഉണ്ടായിരുന്ന കൺട്രോളറാണ്, അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓൾറെഡി ബ്രീസിൻ്റെ ഒപ്പം വരുന്നതാണ്, അതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ കൺട്രോളർ നിർബന്ധമാണ്, ഇതിവിടെ ഉണ്ടാവുന്നത്, ഡിലീറ്റ് ചെയ്യരുത്. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മളെ പബ്ലിക് ഫങ്ഷൻ ഇൻഡെക്സ്, എന്നിട്ട് നമ്മളെ ഹോമല്ലേ, ഹോം പേജ് അല്ലേ, അപ്പോൾ ഇവിടെ ഹോം കൊടുക്കുക. എന്നിട്ട് റൗട്ടിൽ പോയിട്ട് നമ്മളിപ്പോൾ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അവിടെ കൊടുത്തിട്ടാണ് ഇത് കൺട്രോളർ വഴി എടുക്കുക. ടു ഡു കൺട്രോളർ ഇൻഡെക്സ്. ഓക്കെ, നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. സെയിം. ഓക്കെ, സാധനം വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് വ്യൂ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അത് വർക്ക് ചെയ്യണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് മെസ്സേജ് മാറ്റി കൊടുത്ത് നോക്കാം. അങ്ങനെ ആയി കൊടുക്കാം. അപ്പോൾ വേണ്ട, മാറി. ഓക്കെ, അപ്പോൾ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മറ്റടുത്ത മാതിരി ഞാൻ ആദ്യം എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വ്യൂവിൽ റിസോഴ്സിൽ വ്യൂവിൽ ഹോമിൽ ഇവിടെ ഞാൻ ആദ്യം ഒരു ടെയിൽ വിൻഡിൻ്റെ ഒരു ലേഔട്ട് ഉണ്ടാക്കി കേട്ടെ. ഓക്കെ, ഞാൻ ഇവിടെ ലേഔട്ട് ഉണ്ടാക്കിയത് ടെയിൽ വിൻഡ് വെച്ചിട്ട് ഒരു സിമ്പിൾ ലേഔട്ട് ഉണ്ടാക്കി, സിമ്പിൾ HTML. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോർ ഈച്ച് ഇട്ടിട്ടുണ്ട്. ആ ഫോർ ഈച്ചിൽ ടു ഡൂസ് എന്ന വേരിയബിൾ നമ്മൾ അവിടെ നിന്ന് പാസ് ചെയ്യണം കൺട്രോളറിന്. എന്നിട്ട് ഓരോ ടു ഡു എടുത്തിട്ട് അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ കാണിക്കണം ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ എറർ അടിക്കും, ടു ഡൂസ് പറഞ്ഞ വേരിയബിൾ ഇല്ലയെന്ന്. അപ്പോൾ നമ്മൾ കൺട്രോളറിൽ പോയിട്ട് ടു ഡൂസ് പറഞ്ഞ വേരിയബിൾ ഇതിൻ്റെ ഉള്ളിൽ പാസ് ചെയ്യണം. കോമ്പാറ്റ് ടു ഡൂസ്. ഓക്കെ, ഇങ്ങനെ കൊടുക്കണം. അതിന് ആദ്യം അവിടെ ഇനി റീഫ്രഷ് അടിക്കുമ്പോൾ കോമ്പാക്റ്റ് അൺഡിഫൈൻഡ് വേരിയബിൾ ടു ഡൂസ് പറഞ്ഞ വേരിയബിൾ കൺട്രോളറിൽ ഇല്ല എന്ന് പറയുന്നത്, ഇവിടെ അല്ല. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കണം. നേരത്തെ നമ്മൾ എന്താ ചെയ്തിരുന്നത്, DB വെച്ച് സെലക്ട് കോറി അങ്ങനെയല്ലേനോ. ഇനി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ടു ഡു പറഞ്ഞ ക്ലാസ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തത് മോഡൽ ക്ലാസ്. ആ മോഡൽ ക്ലാസ് ഡോട്ട് ഇങ്ങനെ എടുത്തിട്ട് 2 ഫുൾ കോൾ ഇട്ടിട്ട് അതിൽ സ്റ്റാറ്റിക് ഫംഗ്ഷൻ ആയിട്ടുള്ള ഓൾ എടുത്താൽ മതി. അപ്പോൾ എല്ലാ ടു ഡൂസ് നമുക്ക് കിട്ടും. എന്നിട്ട് അത് ഇങ്ങോട്ട് പാസ് ചെയ്താൽ മതി. അപ്പോൾ ഉണ്ടോ ആ സാധനം വന്നു. ഓക്കെ, ഇനി നമുക്ക് ഞാനൊരു വേറൊരു സംഭവം പറഞ്ഞുതരാം. ഓക്കെ, ഫാക്ടറീസ് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതായത് കുറച്ച് സീഡേഴ്സും ഫാക്ടറീസും. ഓക്കെ, അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡമ്മി ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡെവലപ്മെൻറ്റ് ടൈമിൽ നമുക്ക് കുറച്ച് ഡമ്മി ഡാറ്റ വേണ്ടി വരും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാണ് സീഡേഴ്സും ഫാക്ടറീസും പറഞ്ഞ 2 സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും, PHP ആർട്ടിസൻ മേക്ക് ഫാക്ടറി ടു ഡു ഫാക്ടറി എന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, ഇത് ഓപ്ഷനിലാണ്, പഠിക്കുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷേ
സീഡേഴ്സ് എന്തായാലും നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് കാണും. ഓക്കെ, ഫാക്ടറിയും സീഡേഴ്സും അതൊരു ഒരുമിച്ച് യൂസ് ചെയ്യുന്ന കൺസെപ്റ്റാണ്. ഓക്കെ, ഒരു ഫാക്ടറി ക്രിയേറ്റ് ചെയ്തു. അതെവിടെ ഉണ്ടാവുക? HTTP-യിലല്ല, മോഡൽസ് ഡാറ്റാബേസിൽ ഫാക്ടറീസ്, ടു ഡു ഫാക്ടറി. ഓക്കെ, ഇങ്ങനൊരു സാധനം ഉണ്ടാവും. ഇതിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഈസ് കംപ്ലീറ്റഡ് ഈ സാധനം കൊടുക്കും. ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഡമ്മി ടു ഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഫാക്ടറി. അതായത് ഡെഫിനീഷൻ നമ്മളിങ്ങനെ കൊടുക്കും. ടൈറ്റിൽ പറഞ്ഞേക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ഫേക്ക് ആയിട്ടൊരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുക, ഈസ് കംപ്ലീറ്റഡ് ഫേക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബൂലിയൻ വാല്യൂ, റാൻഡം ആയിട്ടൊരു ബൂലിയൻ വാല്യൂ കൊടുക്കുക. ഓക്കെ, ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സീഡർ ക്രിയേറ്റ് ചെയ്യണം. PHP ആർട്ടിസൻ മേക്ക് സീഡ് ടു ഡു സീഡർ. അപ്പോൾ സീഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡാറ്റാബേസിൽ സീഡർ എന്ന സാധനം ഉണ്ടാവും, ഇതിൽ റൺ ഉണ്ടാവും. ഇതിലെന്ത് ചെയ്ത് വെച്ചാൽ ആ ഫാക്ടറി ഇമ്പോർട്ട് ചെയ്യാം. ടു ഡു ആദ്യം നമ്മൾ എന്താ ഈ ഫാക്ടറി ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ ടു ഡു ഫാക്ടറി ക്രിയേറ്റ് ചെയ്തില്ലേ, അതിന് ശേഷം ഈ ഫാക്ടറി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ടു ഡു പറഞ്ഞിട്ട് നമ്മൾ ആ ടു ഡു മോഡൽ ക്ലാസ് ഉണ്ടല്ലോ, ഇതിൽ ക്രിയേറ്റ് ചെയ്ത് ടു ഡു, ഇതിൽ ഓൾറെഡി യൂസ് ആസ് ഫാക്ടറി എന്ന സാധനം ഉണ്ട്. അതെന്താ നമുക്ക് പറയാം. ഓക്കെ, ഈ ടു ഡു മോഡൽ ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഫാക്ടറി 10 ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സീഡറും റെഡി, ഫാക്ടറിയും റെഡി. ഇപ്പോൾ എന്താ നമ്മൾ ചെയ്തതെന്ന് കൂടി ഞാൻ പറയാം. ആദ്യം ഞാനൊരു PHP ആർട്ടിസ്റ്റ് മേക്ക് ഫാക്ടറി ടു ഡു ഫാക്ടറി എന്നിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്തു, ഒരു ഫാക്ടറി ക്രിയേറ്റ് ചെയ്തു. ഈ ഫാക്ടറി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ഇൻഡസ്ട്രിയിലെ ഫാക്ടറിയിലെ അതേമാതിരി തന്നെ ടു ഡു ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഓക്കെ, ടു ഡു ഇങ്ങനെ ഉണ്ടാക്കുന്ന ഡമ്മി ടു ഡു ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഓക്കെ, ജസ്റ്റ് ഈ ഫാക്ടറി എന്ത് ചെയ്യും? ഒരു ഡമ്മി ആയിട്ടുള്ള ഒരു ടു ഡു ക്രിയേറ്റ് ചെയ്തു, ഒരു ഫേക്ക് ആയിട്ടുള്ള ടു ഡു ക്രിയേറ്റ് ചെയ്ത് തരും. അതിനുള്ളൊരു ക്ലാസ്സാണിത്. ഈ സീഡർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫാക്ടറിയിൽ നിന്നും ഒരു 10 ഡമ്മി ടു ഡു ഉണ്ടാക്കി ഫാക്ടറി വെച്ചിട്ട് 10 ഡമ്മി ടു ഡൂസ് ഉണ്ടാക്കിയാണ്ട് എന്ത് ചെയ്യും? അത് ഡാറ്റാബേസിക്ക് സീഡ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഡാറ്റാബേസിക്ക് സീഡ് ചെയ്യാം. അപ്പോൾ ഫാക്ടറി എന്താ ചെയ്യുക? ഫാക്ടറി ഒരു ഡമ്മി ഡാറ്റ ക്രിയേറ്റ് ചെയ്യും. ടു ഡു ഫാക്ടറി ആണെങ്കിൽ ഒരു ഡമ്മി ടു ഡു, നമ്മളിവിടെ കൊടുക്കുന്ന ഡെഫിനേഷൻ അനുസരിച്ചിട്ടാണ്. ഓക്കെ, ടു ഡു ഫാക്ടറി ഒരു ഡമ്മി ടു ഡൂസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എത്രണ്ണം വേണ്ടതെന്നുള്ളത് സീഡറിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യും. ഇപ്പോൾ ഇവിടെ ടു ഡു ഫാക്ടറി 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 ഡമ്മി ടു ഡൂസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ക്രിയേറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നേരെ അത് ഡാറ്റാബേസിലോട്ട് സീഡാവും. ഓക്കെ, ഡാറ്റാബേസിലോട്ട് സീഡാവും. ഫാക്ടറി ക്രിയേറ്റ് ചെയ്യുന്നു, സീഡർ അത് ഡാറ്റാബേസിലോട്ട് കയറ്റുന്നു. ഓക്കെ, അതാണ് സംഭവം. ഇനി ഇത് നമ്മൾ ഡാറ്റാബേസിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? PHP ആർട്ടിസൻ. ഇതിപ്പോൾ കുറച്ച് ഓവറായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ നമുക്ക് പലപ്പോഴും ഡെവലപ്മെൻറ്റ് ടൈമിൽ ആവശ്യം വരും. ഓക്കെ, ഡമ്മി ഡാറ്റ അതേ മറ്റും നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പലപ്പോഴും ആവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നും നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ആദ്യം ആ മോഡൽ ക്രിയേറ്റ് ചെയ്തു, മോഡലിൻ്റെ കൂടെ മൈഗ്രേഷൻ ചെയ്തു, എന്നിട്ട് അതിന് ശേഷം ഒരു ഫാക്ടറി ക്രിയേറ്റ് ചെയ്തു. ഫാക്ടറിയിൽ ഒരു ഡമ്മി ടു ഡു ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത് എന്നിട്ട് അതിന് സീഡർ ക്രിയേറ്റ് ചെയ്തു. ആ സീഡറിൽ നമ്മളൊരു 10 ഡമ്മി ടു ഡു ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ സീഡർ ഇനി റൺ ചെയ്യാൻ പോവാണ്. PHP ആർട്ടിസൻ DB സീഡ് -- ക്ലാസ് ഈക്വൽ ടു ഡു സീഡർ. ഓക്കെ, ഫാക്ടറി ക്രിയേറ്റ് ചെയ്തു, സീഡർ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അത് റൺ ചെയ്യാൻ പോവാണ്. ഇത് റൺ ചെയ്യുന്നതോട് കൂടി ഡാറ്റാബേസിലോട്ട് സീഡായി കണ്ടോ. അപ്പോൾ ഡമ്മി ടു ഡൂസ് സീഡായില്ലേ. ഓക്കെ, ഇതിപ്പോൾ എന്തിനാണ് ചെയ്തത്? നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഉണ്ടോ ഡമ്മി ടു ഡൂസ് ഇവിടെ വന്നു. ഇനി ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ടു ഡു ഫാക്ടറിയിൽ ഇതൊക്കെ ക്ലോസ് ചെയ്യുക. ഫാക്ടറിൻ്റെ കഴിഞ്ഞു, ഫാക്ടറി ഇനി ഒന്നും ചെയ്യാല്ല, അത് നമ്മൾ ഡമ്മി ഡാറ്റ ക്രിയേറ്റ് ചെയ്യാനാണ്. ഇനി കൺട്രോളറിൽ ഇപ്പോൾ നമ്മൾ ചെയ്യണം എന്താ? ടു ഡു ഡോട്ട് ഓൾ. ഈ എലഗൻ്റ് ORM കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇതിൽ വേറെടുക്കാൻ പറ്റും. ഐ മീൻ സ്പെസിഫിക്കലി ഈസ് കംപ്ലീറ്റഡ് ഫാൾസ് ഉള്ള സാധനങ്ങൾ മാത്രം മതി. ഇതിലിപ്പോൾ ഈസ് കംപ്ലീറ്റഡ് ഫാൾസ് ഏതൊക്കെ ഉണ്ടാവും? 0 0 0 0 ഒരു 6 ഉള്ളത്, 7 ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് മാത്രം മതി. ടു ഡൂസ് വേർ ഈസ് കംപ്ലീറ്റഡ് ഫാൾസ് ഉള്ള സാധനങ്ങൾ മാത്രം ഗെറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ ഈസ് കംപ്ലീറ്റഡ് ഫാൾസ് ഉള്ള സാധനങ്ങൾ മാത്രമേ വരുള്ളൂ. ഓക്കെ, അതേപോലെ നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതൊക്കെ കറണ്ട് ടൈമല്ലേ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ ഇതിൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്തത് വേർ ക്രിയേറ്റഡ് അറ്റ്
അങ്ങനത്തെ സംഭവം ചെയ്യാൻ പറ്റും. അത് വേർ ക്രിയേറ്റഡ് ബൈ അല്ല, ക്രിയേറ്റഡ് അറ്റ്. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ 7 ദിവസം മുന്നേ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾ കിട്ടിയുള്ളതാണിത്. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഈ എലഗൻറ്റ് ORMൻ്റെ ഈ ടു ഡു മോഡൽ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നമുക്കൊരു സ്പെസിഫിക് ID വെച്ചിട്ടുള്ളൊരു സാധനം ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫൈൻഡ് ചെയ്യുക, ID 1 ഉള്ള ടു ഡു. ഓക്കെ, അങ്ങനെ ഫൈൻഡ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളെന്തായാലും എല്ലാതും ഗെറ്റ് ചെയ്യാണ്. നമ്മളെ ഹോം പേജിൽ നമ്മൾ എല്ലാ ടു ഡൂസും കാണിക്കും. ഓക്കെ, നമുക്ക് ബാക്കി എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. വ്യൂവിൽ ഈ ടു ഡൂവിൽ എന്തൊക്കെ ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ആ ടു ഡൂവിൽ എന്തൊക്കെ കോളം ഉണ്ടോ അതൊക്കെ ഉണ്ടാവും. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഈസ് കംപ്ലീറ്റഡ്, ക്രിയേറ്റഡ് അറ്റ്, അപ്ഡേറ്റഡ് അറ്റ്. ഓക്കെ, ഞാൻ ഈ ക്രിയേറ്റഡ് അറ്റിനും അപ്ഡേറ്റഡ് അറ്റിനും ഒരു വാല്യൂ കൊടുക്കട്ടെ. ഇതിന് മാത്രം നല്ലതായിട്ട് നിന്നാൽ ശരിയാവില്ല. 18. ഓക്കെ ഓക്കെ ഇനി നമ്മൾ റിസോഴ്സസ് പോകുന്നു, വ്യൂസ് പോകുന്നു, ഹോമിൽ പോകുന്നു. ഇവിടെ നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ഫോം അത് ഞാൻ ഓൾറെഡി GPT ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫോം ഓക്കെ, റൗട്ടും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, അപ്പോൾ അത് ഞാൻ കളയാണ്. റൗട്ട് കളഞ്ഞിട്ടില്ലെങ്കിൽ എറർ അടിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. എഡിറ്റ് ഡിലീറ്റ് പറഞ്ഞിട്ടുള്ള ഒരു സാധനങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ഒരു എഡിറ്റ് പറഞ്ഞിട്ടുള്ളൊരു ബട്ടണും ഡിലീറ്റ് പറഞ്ഞിട്ടുള്ള ബട്ടണും. ഓക്കെ, എഡിറ്റ് പറഞ്ഞിട്ടുള്ള ബട്ടണും ഡിലീറ്റ് പറഞ്ഞിട്ടുള്ള ബട്ടണും. ഓക്കെ, അത് രണ്ടും അവിടെ ഉള്ളത്. ഓക്കെ, ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഇപ്പോൾ ചെയ്യേണ്ട, ഡിലീറ്റ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കളയാം. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ UI നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം കേട്ടോ. ഓക്കെ, സംഭവം നമുക്ക് കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം അടുത്ത വീഡിയോ ചെയ്യാനുള്ളത് ക്രിയേറ്റ് ന്യൂ ടു ഡു ആണ്. പുതിയൊരു ടു ഡു ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് അടുത്ത വീഡിയോ ചെയ്യാം.